ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ബട്ടർസ്കോച്ച് ഫ്ലേവറിലുള്ള സേമിയ പായസമാണ്. നോർമൽ പായസത്തിൻ്റെ പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഇതിന് നല്ലൊരു വെറൈറ്റി ടേസ്റ്റും ആണുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നല്ല അടി കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് ചൂടാക്കി അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതൊന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ പഞ്ചസാര ചേർത്ത ഉടനെ തന്നെ ഇളക്കാൻ പാടില്ല. അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ മെൽറ്റായി തുടങ്ങും. അപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി തുടങ്ങാം. അങ്ങനെ ഇതൊന്ന് നല്ലോണം മെൽറ്റായി ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഇത് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ ആവണം, ഫുള്ളായിട്ട് മെൽറ്റ് ആവണം കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഈ ഒരു സ്റ്റേജിലെത്തി കഴിഞ്ഞാൽ. ഇപ്പോൾ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഞാൻ 50 ഗ്രാം ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ഈ ബട്ടർ മെഷർ ചെയ്യാൻ നമുക്ക് നല്ല ഈസിയാണ് കേട്ടോ. 100 ഗ്രാമിൻ്റെ ബട്ടറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുക്കുക. അതല്ല 200 ഗ്രാം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 1/4 പോർഷൻ എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം മെൽറ്റ് ആവണം. നല്ല ടെമ്പറേച്ചറിലല്ലേ ഷുഗർ കിടക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മെൽറ്റായി വരും. ഷുഗർ കാരമലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ബ്രൗൺ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ പാകത്തിന് ബട്ടറൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. 1 ലിറ്റർ പാലാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഫസ്റ്റ് തന്നെ പാല് ചേർക്കുമ്പോൾ ഈ ബട്ടറിൻ്റെയും ഷുഗറിൻ്റെയും മിക്സ്ചർ നല്ല കട്ടിയായിട്ട് ഇങ്ങോട്ട് വരും. പക്ഷേ പെട്ടെന്ന് തന്നെ അത് പാലിൽ ചേർന്ന് അലിഞ്ഞു വരും കേട്ടോ. അത് നല്ലോണം മിക്സ് ആയതിനു ശേഷം മാത്രം നമ്മൾ ബാക്കി പാല് ചേർക്കാൻ പാടുള്ളൂ. എല്ലാം കൂടി ഒന്നിച്ച് ചേർക്കരുത്. കുറച്ചായിട്ട് ചേർക്കുക. ഞാനൊരു 3 പോർഷനായിട്ടാണ് ചേർത്ത് കൊടുത്തത്. കുറച്ച് ചേർക്കുക, ഇളക്കി കൊടുത്ത് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ടും പാല് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം. എത്രയാണോ പാലെടുക്കുന്നത് അതിൻ്റെ പകുതിയാണ് വെള്ളം ചേർക്കേണ്ടത്. ഇത് 250 ml കപ്പാണ്. ഞാനിതിൽ 4 കപ്പാണ് പാല് 1 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചിട്ടെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. ഞാൻ അത്യാവശ്യം നല്ല മധുരത്തിലാണ് നമ്മൾ പായസം കുടിക്കൽ, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ആ പഞ്ചസാരൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മൾ പാലും പഞ്ചസാരയും ബട്ടറും ഒക്കെ ചേർന്നിട്ടുള്ള ഈ ബട്ടർ സ്കോച്ച് മിക്സ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇത് 1 കപ്പ് ചവ്വരി ഞാൻ അരമണിക്കൂർ കുതിർത്തിയെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ വേവിച്ചെടുത്താണ്. 10 മിനിറ്റൊക്കെ വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് വരും. എന്നിട്ട് അത് ഊറ്റി വെച്ചിട്ടായിരുന്നു കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് കുറച്ച് നേരം ഒന്ന് തിളക്കുമ്പോൾ തന്നെ ഇതൊന്നിങ്ങനെ കുറുകി തുടങ്ങും. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. ഇത് റോസ്റ്റഡ് സേമിയാണ്, പാകിസ്ഥാനി സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് സേമിയ ഉണ്ടെങ്കിലും അത് ചേർത്ത് കൊടുക്കുക. പക്ഷേ റോസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ചേർക്കാൻ, അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ 2 പിടി സേമിയ ചേർക്കുന്നുള്ളൂ. അപ്പോൾ തന്നെ പായസം അത്യാവശ്യം ഇങ്ങനെ തിക്കായി തുടങ്ങും. കാരണം നമ്മൾ ഇത് സാഗോ സീഡ്സ് ഒക്കെ ഇടുമ്പോൾ തന്നെ പായസം ഒന്ന് നല്ലോണം തിക്കായി വരുമല്ലോ. അപ്പോൾ അതിലേക്ക് സേമിയ കൂടി കുറച്ച് ചേർത്താൽ മതി, ഒരുപാടൊന്നും ചേർക്കണ്ട. പിന്നെ ഒന്ന് നല്ലോണം തിളച്ച് തുടങ്ങിയാൽ തന്നെ അത് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ തിക്നെസ് മനസ്സിലാവും. ഇപ്പോൾ ഇത് പാകത്തിന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് പായസം ടേസ്റ്റ് കൂടാനുള്ള ഒരു ചെറിയൊരു ടിപ്പ് നമുക്കിപ്പോൾ ചെയ്യാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവാപ്പറേറ്റഡ് മിൽക്കാണ്. ഒരു 1/2 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്ക് നമുക്ക് പായസം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു ടിപ്പാണ് കേട്ടോ. ഇത് ഇനിയിപ്പോൾ ഇവാപ്പറേറ്റഡ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 കപ്പ് വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ നല്ല കട്ടിയിൽ കുറച്ച് പാൽപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പായസം റെഡിയാണ്. ഇനി ഞാൻ ലാസ്റ്റ് ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ ബട്ടർസ്കോച്ച് എസൻസ് ചേർക്കുന്നുണ്ട്. നല്ല ബട്ടർസ്കോച്ചിൻ്റെ ഫ്ലേവർ ഓൾറെഡി ഉണ്ട്, എന്നാലും ആ ഫ്ലേവറിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എസൻസ് ചേർത്തത് കേട്ടോ. ഇനിയിപ്പോൾ എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നാട്ടിലൊക്കെ നമുക്ക് ഒരു ടൈഗർ മിക്സ് എന്ന് പറഞ്ഞിട്ട് ബട്ടർസ്കോച്ചിൻ്റെ ഒരു ടൈഗർ മിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബോട്ടിൽ കിട്ടാനുണ്ട്. അതുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. അതുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അത് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് അപ്പോൾ അതില്ലായിരുന്നു, അപ്പോൾ ഞാനിപ്പോൾ ഈ എസൻസാണ് ചേർത്തത്. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ഫ്ലേവറും വരും.
വരും. ഓൾറെഡി ഇതിന് നല്ല ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഇതിനുണ്ട് കേട്ടോ. നമ്മൾ ഷുഗറൊക്കെ കാരമലൈസ് ചെയ്ത് ബട്ടറൊക്കെ ചേർത്തിട്ടല്ലേ റെഡിയാക്കിയത്. ഇപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം നമ്മൾ ഓൾറെഡി ഓഫ് ചെയ്തല്ലോ. ഇനി ഇത് അടച്ച് വെക്കുക. പായസം നമ്മൾ അപ്പം തന്നെ സെർവ് ചെയ്യരുത് കേട്ടോ. അടച്ച് ഒരു അരമണിക്കൂറെങ്കിലും അടച്ച് വെച്ചതിന് ശേഷമേ സെർവിങ് ബൗളിലേക്ക് മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബട്ടർ സ്കോച്ച് സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. എൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നല്ല റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.